ഇനി പറയേണ്ടത് നിങ്ങൾ എന്താണ്, ഏത് കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്, നിങ്ങളുടെ പ്രൊഫൈൽ പറയാൻ പറ്റുന്നിടത്തോളം പ്രൊഫൈൽ പറയാൻ പറ്റുന്നത് പറയാൻ പ്രത്യേകിച്ച് പറയാൻ. കാരണം ഹൈലി ക്വാളിഫൈഡ് ആയതും അല്ലാത്തവരും എല്ലാം ഉണ്ടാവും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. കാരണം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു മാനദണ്ഡമേ അല്ലാത്തൊരു മേഖലയാണ് സെയിൽസ്. തീർച്ചയായും നിങ്ങൾക്കത് മനസ്സിലാവും. നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന പ്രൊഫൈൽ പറയാം. നിങ്ങളെ കൂടാതെ ഏത് കമ്പനിയിൽ ജോലി ചെയ്ത് എത്ര വർഷമായിട്ടുണ്ട്, അതിനുശേഷം നിങ്ങളെ പറ്റിയിട്ടുള്ള 3 കാര്യങ്ങൾ പറയാം. നിങ്ങളെ പറ്റിയിട്ടുള്ള 3 കാര്യങ്ങൾ. ആ 3 കാര്യങ്ങളിൽ ഒന്ന് കളവായിരിക്കണം, തള്ളായിരിക്കണം. ഒന്ന് തള്ളായിരിക്കണം. അത് തള്ള ഏതാണെന്ന് മറ്റുള്ളവർ കണ്ടുപിടിച്ചോട്ടെ. ഹലോ, എന്റെ പേര് ഷംന. ഞാൻ ബോധി സലൂൺ ആൻഡ് സ്പായിൽ വർക്ക് ചെയ്തു, താമക്കര ബ്രാഞ്ച് മാനേജറായിട്ട്. ഇവിടെ ഒരു 6 മാസമായി ഞാൻ ജോയിൻ ചെയ്തിട്ട്. നമ്മള് അവസാനം പറഞ്ഞ സംഗതി നടന്നപ്പോഴല്ലോ തള്ളു മാത്രമല്ല 3 നല്ല കാര്യങ്ങൾ ഉള്ള കാര്യം പറയാം. 3 കാര്യങ്ങൾ പറയുന്നു, അതിലൊന്നും തള്ളായിരിക്കണം. തള്ള ഏതാണെന്നുണ്ടെങ്കിൽ മാലോകര് മുഴുവൻ പറഞ്ഞു പിടിപ്പിച്ചു. കസ്റ്റമറോട് 1000 തള്ളു പറയുന്നത് നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു തള്ളു പറയാൻ ഭയങ്കര പാടല്ലേ? സത്യമേ പറയാറുള്ളൂ. അതിലും വലിയ തള്ളത്തിൽ സത്യം, അതിലും വലിയ തള്ളത്തോടുണ്ട്. പറഞ്ഞോ. എന്നാൽ നിങ്ങൾ തുടങ്ങിക്കോ. ഈ ചാൻസ് പിന്നീട് തിരിച്ചു ഏറ്റവും അവസാനം നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി. ആലോചിച്ച് പറയും. ഹായ്, ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് സച്ചിൻ. ബോധീസിന്റെ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. ആക്ച്വലി 10-25 വർഷമായി എൻ്റെ മണികണ്ഠൻ എന്ന് പറയുന്ന ആളുടെ ഞാൻ വർക്ക് ചെയ്യുന്നത്. 25 വർഷമായി. ഇപ്പം സലൂൺ മൊത്തം ബോധീസിന്റെ മാനേജറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. തള്ളാനായിട്ട് ഞാൻ നന്നായിട്ട് പാട്ട് പാടും. അങ്ങനെ 3 കാര്യം പറയാം. അതിനകത്ത് ഏതൊക്കെ 3 നല്ലതായെന്നുള്ള അവർ കണ്ടു. പിന്നെ ഞാനൊരു 6 വർഷം ദുബായിലുണ്ടായിരുന്നു. കാര്യങ്ങളില്ല, നല്ല സ്പോർട്സ്മാനാണ്. ഇതിനകത്ത് ഏതാ നല്ല പാട്ട് പാടും? അതാണോ? ആക്ച്വലി പ്രത്യേകം പറയാൻ കാരണം എന്റെ ഈ ശബ്ദം, പക്ഷെ ഞാൻ പാട്ട് പാടാറുണ്ട്. അപ്പൊ ഏതാ പ്രോഗ്രാമുകളിൽ പോകാറുണ്ട്. തള്ളെന്ന് പറഞ്ഞ സ്പോർട്സ്മാൻ, കൂടുതൽ സ്പോർട്സ്മാൻ പോകുന്നില്ല. വെരി ഗുഡ്. ഒന്ന് കൈയടിച്ചോട്ടെ. ഇങ്ങനെയാണ് പറയേണ്ടത്. തന്നെ പറഞ്ഞു പോകുന്നല്ല തിരിച്ചു വരുന്നു. ആയിക്കോട്ടെ, താങ്ക് യു. ഗുഡ് മോർണിംഗ്. ഞാൻ അമൃത് ശിശിർ, MEP കൺസൾട്ടന്റ് ആണ്. ബേസിക്കലി ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ്. ഓക്കെ, ശിശിർ എഞ്ചിനീയറിംഗ് സർവീസ് എന്റെ സ്ഥാപനം നടത്തിക്കൊണ്ടുപോകണം. ഞാനൊരു ചാർട്ടേഡ് എഞ്ചിനീയർ ആണ്, ഇലക്ട്രിക്കൽ വാല്യൂവർ ആണ്. അതുകൂടാതെ 10-20 വർഷമായിട്ട് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആയിട്ട് പല മേഖലയിലും MNC-യിലായാലും ദുബായിലേക്കായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ സ്വന്തമായിട്ട് സ്ഥാപനം നടത്തിക്കൊണ്ടു. ഞാൻ നല്ലൊരു സെയിൽസ്മാൻ ആണ്. നന്നായിട്ട് സെയിൽ ചെയ്യാൻ അറിയാം. അതുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. പിന്നെ എന്റെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ കോർ എഞ്ചിനീയറിംഗ് ആൻഡ് ഡിസൈനിങ് ആണ്. അതിൽ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അതുകൂടാണ്ട് നമ്മുടെ കമ്പനി എന്റെ രണ്ടാമത്തെ കോർ സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. വൈഫ് IT എഞ്ചിനീയർ ആണ്. അപ്പൊ നല്ല രീതിയിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗും അതായത് യൂട്യൂബും അങ്ങനെയൊക്കെയുള്ള രീതിയിൽ സെയിൽ ചെയ്യാറുണ്ട്. ഓക്കെ, ഇതിനകത്ത് തള്ളേതാ? അതായത് തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തിൽ തള്ളു പറയാന്നുള്ളത് ഒരു സ്കില്ലാണ്. അതിലാണ് സെയിൽസ്. അതിലേതാ തള്ളേതാ പറഞ്ഞു? നല്ല സെയിൽസ്മാൻ. അതാണോ? അതെ, ഞാൻ ഇതുവരെ സെല്ല് ചെയ്യുന്ന ഒരു ജോലി ചെയ്തിട്ടില്ല. നമുക്ക് ബാക്കിയെല്ലാം സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. സെല്ല് ചെയ്യാൻ ശ്രമിച്ചിട്ടുമില്ല. അതോടെ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് കൃത്യത അറിയില്ല. കൈയടിച്ചോ. ഗുഡ് മോർണിംഗ്. എന്റെ പേര് അരുൺ. ഭീമ ജ്വല്ലറിയിൽ അസിസ്റ്റന്റ് മാനേജറാണ്. 13 വർഷമായിട്ട് ഞാൻ ജോലി ചെയ്യുന്നുണ്ട്. വീട് വയനാട്ടിലാണ്. ഞാനൊരു ഇലക്ട്രീഷ്യൻ ആയിരുന്നു. നന്നായിട്ട് ഞാൻ സെയിൽ ചെയ്യും. പിന്നെ എന്റെ പാഷൻ സ്പോർട്സ് ആണ്. വെരി ഗുഡ്. ഏതാണ് ഇതിനകത്ത് തള്ളേതാണ്? പാഷൻ സ്പോർട്സ് ആണ്. അതാണോ? യെസ്. താങ്ക് യു. ഹായ്, എന്റെ പേര് മിഹാൽ എന്നാണ്.
ഒരു മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. ഞങ്ങൾക്ക് ഒരു 5 വർഷമായിട്ട് വലിയ ലാബ്സിൽ വർക്ക് ചെയ്യാനാണ്. നന്നായിട്ട് സെയിൽസ് ഒരു എക്സ്പേർട്ടാണ്. പിന്നെ ഹൈക്കിംഗ് ഹൈക്കിംഗ് താല്പര്യമാണ്. നന്നായിട്ട് ഞാൻ പിന്നെ കാർ ഡ്രൈവ് ചെയ്യും. നന്നായിട്ട് കാർ ഡ്രൈവ് ചെയ്യുന്നത്. ഒന്ന് പറഞ്ഞു കൊടുത്ത് ഇതിനകത്ത് ഏതെങ്കിലും തള്ളുണ്ടോ? കാർ ഡ്രൈവ് ചെയ്യുന്നുള്ളതാണോ? അല്ല. നിങ്ങളെ സോഫ്റ്റ്വെയർ എക്സ്പേർട്ട് ആണോ അല്ല വേറെ എക്സ്പേർട്ട് ആണോ? കൃത്യമായിട്ട് പറയുന്നുണ്ട്. വെരി ഗുഡ്. അടുത്ത എൻ്റെ പേര് അമൽ. ഞാൻ ലിയോ ലാബ്സിൽ കണ്ണൂർ ബ്രാഞ്ചിൽ TSM ആയിട്ട് വർക്ക് ചെയ്യുന്നു. സെയിൽസ് മാനേജർ. സയൻസ് കുറച്ച് ഇഷ്ടമുള്ള ആളാണ്. സയൻസ് ഇഷ്ടമുള്ള ലിയോ ലാബ്സ് കണ്ണൂരിൽ എസ്റ്റാബ്ലിഷ് ആയി വരുന്നതാണ്. മറ്റുള്ളധികം ബ്രാഞ്ചസ് ഉണ്ട്. ഇപ്പോൾ കണ്ണൂരിൽ തന്നെ കുറേ ഡോക്ടേഴ്സ് ഡോക്ടർമാരെ അവരെ പരിശോധിക്കാനാണോ അല്ല അവർ മറ്റുള്ളവർ പോലെ നമുക്ക് റെഫർ ചെയ്യുന്നത് നിങ്ങൾക്ക് റെഫർ ചെയ്യണം. അല്ല